ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ നിയോഗങ്ങളെയും ലോകത്ത് നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വിശുദ്ധരെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ തമ്പുരാന്റെ സന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൽ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്ക് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവിതായികവും ദൈവികവുമായ ഈ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെന്താകും. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു.
അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനേറ്റം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. 10 കൽപ്പനകൾ. അവിടുന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറകൾ വരെ മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും തൻ എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിലേതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രണ്ടാം വായന. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 7, വചനങ്ങൾ 1 മുതൽ 11 വരെ. ദൈവ സഹോദരി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. നിങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കതോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു വിശ്രമവുമില്ലായിരുന്നു.
എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, സുവിശേഷമാകുന്ന ദാനം, ലോകത്തിനേകുവാൻ പോകാം. ആ ആ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു നല്ല അനുഭവമാണ്. വിമാനം പറന്ന് ഉയരുകയും മേഘങ്ങളിടയിലൊക്കെ കടന്നുപോയി 1000, 5000, 10,000, 20,000, 25,000 അടി ഉയരത്തിലൊക്കെ വിമാനം പറക്കുകയാണ്. അപ്പൊ നമ്മള് പുറത്തേക്ക് നോക്കിയാൽ ഒന്നും കാണുന്നില്ല, ചിലപ്പോൾ മേഘങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മുമ്പിലിരിക്കുന്ന പൈലറ്റ് എന്ത് കഴിവുള്ളവനാണ്.
അവന്റെ കഴിവ് കൊണ്ടല്ലേ നമ്മളൊന്നും കാണുന്നില്ലെങ്കിലും കൃത്യം കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ എവിടെ ഇറങ്ങണോ അത് അവിടെ ഇറങ്ങുന്നു. എത്രമാത്രം കഴിവുള്ളവനാണ്. അത് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇവരോടൊക്കെ ഒരു ആരാധനയാണ് പൈലറ്റുമാരോടൊക്കെ. എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവര് റഡാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, സിഗ്നൽ അനുസരിച്ചാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അവർ പുറത്തേക്ക് നോക്കി മേഘങ്ങളുടെ ഇടയിൽ കൂടെ നമ്മളെ സാധാരണ വഴി കൂടെ പോകുന്നവരൊന്നും അല്ല അവർ വിമാനം ഓടിക്കുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ടെക്നോളജിയാണ്. ഇപ്പൊ കൃത്യ സ്ഥലത്ത് മഴയാണെങ്കിലും രാത്രിയാണെങ്കിലും മേഘങ്ങടയിലൂടെ ഇത് കൃത്യം ആ റൺവേയിൽ പോയി ഇറങ്ങുന്നു. ഒത്തിരി വ്യത്യാസമില്ലാതെ. അപ്പൊ നമ്മൾ പൈലറ്റുമാരൊക്കെ ഭയങ്കര കഴിവുള്ളവരാണ്. പക്ഷെ അവര് റഡാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവര് ലാൻഡ് ചെയ്യുന്നതും അവർ ടേക്ക് ഓഫ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്കിപ്പോ ഗൂഗിൾ ഇതുണ്ട്, സിഗ്നൽ ഉണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം പറയും, നിങ്ങൾ ഇതിലെ പോ, ലെഫ്റ്റ് എടുക്ക്, റൈറ്റ് എടുക്ക്, നേരെ പോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാത്ത ഒരു സ്ഥലത്തിന്റെ അഡ്രസ് കൊടുത്താൽ മതി, ഗൂഗിൾ മാപ്പ് നമ്മളെ അവിടെ എത്തിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കടയോ വീടോ ഒന്നും അറിയത്തില്ല, വഴികളൊന്നും അറിയത്തില്ല. എല്ലാവരും ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ മാപ്പിനെ ഇട്ട് പോകുമ്പോൾ ഡേറ്റ പോയാൽ വണ്ടി അവിടെ നിർത്തിയേ പറ്റും. അല്ലെങ്കിൽ റഡാറുമായിട്ടുള്ള ബന്ധം വിട്ടുപോയാൽ ഈ പൈലറ്റ്, വലിയ കഴിവുള്ള പൈലറ്റിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് അരങ്ങിരി നടക്കുള്ളൂ. അങ്ങനെ റഡാറുമായിട്ടുള്ള ബന്ധം വിട്ടുപോയാൽ പിന്നെ അത് ലാൻഡ് ചെയ്യുക ബുദ്ധിമുട്ടാണ്, ഇടിച്ച് തകരുകയുള്ളൂ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ബേർഡ് സാങ്ച്വറി ചെല്ലുമ്പോൾ, പക്ഷി സങ്കേതങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, സൈബീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പക്ഷികൾ വരാറുണ്ട്. മനോഹരമായ പക്ഷി, 2-3 കിലോ ഒക്കെ ഉള്ളവ, അല്ലെങ്കിൽ 4-5 കിലോ വരും. ഇപ്പൊ 100 കണക്കിന് പക്ഷികൾ അവിടെ സങ്കേതം അടിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഈ പക്ഷികൾ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ്. അവയൊക്കെ കടലിന് മീതെ പറക്കുമ്പോൾ ഏത് റഡാറാണ് അവയെ നയിക്കുന്നത്? ഏത് സിഗ്നൽ സിസ്റ്റമാണ് അവയോട് പറയുന്നത്? ഇങ്ങനെ കേരളത്തിലെ കുമരകത്തിനടുത്തൊരു പക്ഷി സങ്കേതമുണ്ട്, അല്ലെങ്കിൽ മൈസൂർ മാണ്ഡ്യക്ക് അടുത്തൊരു പക്ഷി സങ്കേതമുണ്ട്, അല്ലെങ്കിൽ ഗുജറാത്തിനടുത്തൊരു പക്ഷി സങ്കേതമുണ്ട്. നിങ്ങൾ കൃത്യം അവിടെ പോയി ലാൻഡ് ചെയ്യണമെന്ന് ഏത് റഡാറാണ് പറയുന്നത്? അവരെത്ര 1000 കിലോമീറ്റർ ഉയരത്തിലും, അതുപോലെ തന്നെ എത്രയോ ഇപ്പൊ കടലിന് മീതെയൊക്കെ പോകുമ്പോൾ എത്ര മണിക്കൂറാണ് അവർ 3-4 കിലോ ഉള്ള പക്ഷികള് പറക്കുന്നത്. അവ സമൂഹമായി പറക്കുന്നത്. അവ ഏത് സിഗ്നലാണ് അവരെ നയിക്കുന്നത്? അവരൊരിക്കലും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അവരെ കണ്ടിട്ടില്ല സ്ഥലം. കുമരകത്തെ പക്ഷി സങ്കേതം അവർ കണ്ടിട്ടുണ്ടാവില്ല. ആഫ്രിക്കയിൽ നിന്ന് അവ യാത്ര തുടരുകയാണ്. പറന്നുയർന്ന് അവർ ദീർഘദൂര യാത്ര ചെയ്ത് കൃത്യം ഒരു 2, 3, 4 ഏക്കർ സ്ഥലത്ത് വന്ന് അവർ ലാൻഡ് ചെയ്യും. അവയുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അവർ റഡാറും ഇല്ല, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പും ഇല്ല. അത് ദൈവം കൊടുത്തൊരു ശക്തിയാണ്. ചിലപ്പോഴൊക്കെ ഈ തേനീച്ചകളൊക്കെ, അവ ആയിരക്കണക്കിന് തേനീച്ചകളാണ്. അവ തേനെടുക്കാൻ വേണ്ടി ദൂര പ്രദേശങ്ങളിലൊക്കെ പോകും, മരങ്ങളിലും പൂക്കളിലൊക്കെ പോയിരുന്ന് ആ തേൻ നുകർന്ന് അവ കൃത്യം ആ സ്ഥലത്ത് വന്ന് അവ ഇരിക്കും. ഇപ്പൊ തേനീച്ചകളുടെ പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ വവ്വാലൊക്കെ രാത്രിയിൽ എത്രയോ കിലോമീറ്റർ അകലെ നിന്നാ രാത്രിയിൽ ഇവ പറന്ന് കൃത്യം നമ്മുടെ വീടിന് മുന്നിലുള്ള പേരയ്ക്ക തിന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഏത് ഗൂഗിൾ മാപ്പാണ് അവയെ സഹായിക്കുന്നത്? അല്ലെങ്കിൽ ഏത് റഡാറാണ് അവയെ സഹായിക്കുന്നത്? നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളുടെ കഥകളാണ്. പക്ഷികളിലും മൃഗങ്ങളിലും. പണ്ട് വേലിയേറ്റം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സുനാമി വന്നപ്പോൾ ആനകളാണ് വിരണ്ടോടിയത് വനത്തിലേക്ക്. സുനാമി വന്ന് തീരത്തടിക്കുന്നതിന് മുൻപേ ആനകൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ കരയിൽ കിടന്ന മനുഷ്യര് അവർ തിന്നും കുടിച്ചു നീന്തി കിടന്നു, അവരെ വെള്ളം കൊണ്ടുപോയി. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുന്ന പ്രകൃതിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യരെക്കാൾ കൂടുതൽ പ്രകൃതിയുടെ നിയമങ്ങളും പ്രകൃതിയുടെ നന്മകളും കഴിവുകളും അവ മനസ്സിലാക്കുന്നുണ്ട്. അവ അതനുസരിച്ച് ജീവിക്കുന്നത്. നമ്മള് കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കുഞ്ഞു കുട്ടി കരയുമ്പോൾ അതിന് കളിപ്പാട്ടം കൊടുത്താൽ ആ ഹാപ്പിയായി. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അതിനൊരു മൊബൈൽ ഫോൺ കൊടുത്താൽ അത് ഹാപ്പിയായി. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നല്ല ഡ്രസ്സ് കൊടുത്താൽ ഹാപ്പിയായി.
അല്ലെങ്കിൽ സ്കൂള് വിട്ട് നല്ല മാർക്ക് കിട്ടിയാൽ ഹാപ്പിയായി. യുവാവ് യുവതിയായി കഴിഞ്ഞ് കാനഡയ്ക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ പോയാൽ ഹാപ്പിയായി. അപ്പൊ നമ്മുടെ എല്ലാം മനുഷ്യരുടെ എല്ലാം ജീവിതമുണ്ടല്ലോ, വസ്തുക്കളിലും ഭക്ഷണത്തിലും വസ്ത്രങ്ങളിലും ധനത്തിലും അധികാരങ്ങളിലും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവയൊക്കെ കിട്ടിയ നമ്മൾ ഹാപ്പിയായി. നമ്മൾ കാണാത്തൊരു സ്ഥലത്തേക്ക്, കാണാത്തൊരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് മറ്റുള്ള സഹായം ആവശ്യമാണ്. നമ്മൾ കാണാത്തൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ കാണാത്തൊരു സ്ഥലത്തേക്ക്, ഒത്തിരി ദൂരെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയില്ല. ഈ പക്ഷികൾ എങ്ങനെ അവിടെ വരുന്നു എനിക്കറിയത്തില്ല. അവ തിരിച്ച് സമയമാകുമ്പോൾ തിരിച്ച് വർഷത്തിലൊരിക്കൽ തിരിച്ചു പോകുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. നമുക്ക് സാധിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലുള്ള ദൈവത്തെ നമ്മൾ എങ്ങനെ കാണും? അതൊരു ആത്മീയ യാത്രയാണ്. എന്നിലുള്ള ആത്മാവിനെ ഞാൻ കാണുന്നു, അതിന്റെ ആ ആത്മാവിനുള്ള ദൈവിക സാന്നിധ്യത്തെ ഞാൻ കാണുന്നു. അതാണ് എന്റെ ആത്മീയ യാത്ര. നിങ്ങളിലുള്ള സഹോദരങ്ങളിലുള്ള ആ ദൈവത്തെ എനിക്ക് കാണണമെങ്കിൽ എനിക്കൊരു ആത്മീയ യാത്ര, ഒരു സ്പിരിച്വൽ ജേർണി നടത്തും. ആ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അവിടെ ഗൂഗിൾ മാപ്പോ റഡാറോ ഒന്നും അല്ല വേണ്ടത്. നമുക്ക് എന്റെ തൊട്ടടുത്തുള്ള സഹോദരനെ എനിക്ക് കാണണമെങ്കിൽ, ആ സഹോദരനിലുള്ള ദൈവത്തെ കാണണമെങ്കിൽ, ആ മനുഷ്യനുള്ള സഹോദരനെ സഹോദരിയെ കാണണമെങ്കിൽ, എന്റെ അമ്മയിലുള്ള അമ്മയെ ഞാൻ കാണണമെങ്കിൽ, മാതൃത്വത്തെ ഞാൻ കാണണമെങ്കിൽ, എന്റെ അപ്പനിലുള്ള ആ പിതാവിനെ ഞാൻ കാണണമെങ്കിൽ, ഒന്നാമത്തെ വായന വായിച്ചു കേട്ടതുപോലെ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, നീ ദൈവത്തെ ആരാധിക്കുക, നീ സത്യദൈവത്തെ തിരിച്ചറിയുക. ഈ സത്യദൈവത്തെയൊക്കെ തിരിച്ചറിയുന്നത്, എന്റെ അപ്പനെ തിരിച്ചറിയുന്നത്, എന്റെ അമ്മയെ തിരിച്ചറിയുന്നത്, എന്റെ സഹോദരിയെ തിരിച്ചറിയുന്നതിനുള്ള അറിവ് എവിടുന്നാണ് നമുക്ക് ലഭിക്കുന്നത്? അതിനാണ് ആത്മീയ പ്രകാശം നമുക്ക് വേണം. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതില്ലാതെ നമ്മൾ പോവുകയാണ്. മനുഷ്യരെല്ലാവരും ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകി അവരുടെ വെറും വ്യർത്ഥമായ കാര്യങ്ങളിൽ അവർ നമ്മുടെ എല്ലാം മനസ്സ് ഉടക്കി കിടക്കുകയാണ്. അപ്പൊ മദ്യപാനങ്ങൾക്ക് മദ്യം കിട്ടിയാൽ, ഞാൻ ചിലപ്പോൾ ഓർത്ത് നമ്മുടെ ഉള്ളിലുള്ള, എന്റെ ശരീരത്തിനുള്ളിലുള്ള ഒരു മുഴ വളരുകയാണ്. അതിന് 1 കിലോ 2 കിലോ ആയപ്പോൾ ഞാൻ ചിലപ്പോൾ അറിയണമെന്നില്ല. അത് സ്കാൻ ചെയ്യുകയോ എക്സ്റേ എടുക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ അത് കൂടുതൽ റിസർച്ച് ചെയ്ത് അല്ല MRI ഒക്കെ എടുക്കുമ്പോഴാണ് ഏത് തരത്തിലുള്ള മുഴയാണെന്ന് അറിയുന്നത്. ക്യാൻസറസ് ആണോ അന്നേന്നൊക്കെ അറിയുന്നത്, അല്ലെ ബയോപ്സി ഒക്കെ എടുക്കുമ്പോൾ. ഈവൻ ഡോക്ടേഴ്സിനും, എത്രമാത്രം പഠിപ്പുള്ള ഡോക്ടേഴ്സിന് പോലും നമ്മുടെ ശരീരത്തിനകത്തുള്ള മുഴകളോ ഒടിവുകളോ ചതവുകളോ അവർക്ക് കാണാൻ പറ്റത്തില്ല. അത് കാണണമെങ്കിൽ ടെക്നോളജി ആവശ്യമാണ്. ഇവിടുത്തെ ടെക്നോളജി എന്താണ്? തമ്പുരാനുള്ള വിശ്വാസമാണ്. തമ്പുരാനുള്ള വിശ്വാസം, കർത്താവിനുള്ള വിശ്വാസവും നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളും ദൈവം നമ്മോട് പറഞ്ഞ ഈ വചനങ്ങളും 10 കൽപ്പനകളും ഒക്കെയാണ് നമ്മളെ ആത്മീയമായ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ലോകത്തിന്റെ പ്രകാശമായ യേശുവിലേക്ക് നമ്മൾ നയിക്കുന്നത്, യേശുവിൽ നമ്മൾ ജീവിക്കുന്നത് ഈ ബൈബിൾ വായിച്ചും വചനം ധ്യാനിച്ചും വചനം പഠിച്ചും വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടും, അതുപോലെ സഭയിലുള്ള പാരമ്പര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടും, മാതാപിതാക്കളും മറ്റുള്ളവർ നമുക്ക് തന്ന ആ ദൈവിക കൽപ്പനകള് അല്ലെങ്കിൽ വിശ്വാസമൊക്കെ നമ്മൾ അനുഭവിച്ച് നമ്മുടെ ആത്മീയ യാത്ര നടക്കുകയാണ്. എന്നിലുള്ള ദൈവത്തെ ഞാൻ കണ്ടെത്തുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ദൈവത്തെ ഞാൻ കണ്ടെത്തുകയാണ്. മറ്റുള്ള ദൈവത്തെ ഞാൻ കണ്ടെത്തുകയാണ്. ഞാൻ മരിച്ചാലും അതിനുശേഷം ഞാൻ കണ്ടെത്തേണ്ട ദൈവത്തെ, ഒന്നായിത്തീരുന്ന ദൈവത്തെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്തെല്ലാം നേടിയാൽ, ഞാനിപ്പോ എത്രയോ അടക്കം നടത്തിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സാധാരണക്കാരന്റെ വിശ്വാസം എന്താ? ശവക്കല്ലറയിൽ ചെന്നു അടക്കി മൂടി അവന്റെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് കഴിയുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിന് ജീവിതമുണ്ട്. ആ ജീവിതം ദൈവമായിട്ടുള്ള ജീവിതമാണ്. ആ ദൈവത്തെ ഞാൻ ഇന്ന് കണ്ടെത്തണം. അതിനാണ് ആത്മയാത്ര, സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ ജേർണി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രകാശമാണ്, ആത്മീയ പ്രകാശമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പിതാവായ ദൈവം തരുന്ന വിശ്വാസമായ ദാനമാണ്. ഈ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും നമ്മുടെ ജീവിത ശരീരത്തിലൂടെയും അതുപോലെ 10 കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതിനുള്ള ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. ഇതിനുള്ള സഹോദരനെ, എന്റെ തൊട്ട അയൽപക്കത്തുള്ള സഹോദരനിലേക്കുള്ള യാത്ര ആത്മീയ യാത്രയാണ്. അത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ ദൈവത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കൈത്താക്കാലത്തില് ദൈവം നമുക്ക് നല്ല ആത്മീയ പ്രകാശം തരട്ടെ, നന്മ തന്മകളെ തിരിച്ചറിയാനുള്ള വിവേചന ശക്തി തരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സമർത്ഥം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളുമാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ പിതാവായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കും സെബാസ്റ്റ്യൻ മെത്രാനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവെ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയെ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഈഴയാം എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും എന്നുടെ ഈ കാഴ്ചകൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വെച്ച നീതിമാന്മാരുടെയും മകടഞ്ചു രക്തസാക്ഷിയുടെയും സ്മരണയുടെ കൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവനും വലിയവനും നിസ്തർഹമായ ഉദ്ധാനം വഴി നീ മഹത്വം ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയും ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി
പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തനസ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധനം രക്ഷിക്കും സ്വർഗരാജ്യത്തെ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങളാം ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസകർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർപ്പൂരിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന് എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. പരിശുദ്ധരും അരുവികളുമായ ക്രവയന്മാരുടെ ശ്രാപ്പയന്മാരുടെ ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവപിതാവിനോശാന ഓശാന ഓശാന. സ്നേഹപിതാവിനോശാന ഓശാന 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 ഓശാന. രാജാധിരാജനോശാന രാജാധിരാജനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങേ നല്ല പ്രകാശവും
അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങനെയുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകം ബുദ്ധിമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരാകാതിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലേമോ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിത ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദനയുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രിയജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോരുത്തരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായി ശംശികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും
മഹനീയവും ഭയഭഞ്ജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ അതൊരുപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ദാസരുടെ കുമാരിയിൽ അവിടുന്ന് ആവസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്ത എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്ത് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംസിഹായെ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായി അപ്പം സ്വർഗത്തിലിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുപമ സ്നേഹമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവേ ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിധങ്ങളും കലങ്ങളും വടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപദരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങൾ നിരീക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം
നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അതും സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെയും നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യ കൂദാശ നമ്മെ ശക്തരാക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായ ഈ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസത്തോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവിതായകവുമായ ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മാമോദീസ വഴി ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവരഹസ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ സമ്പന്നയാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരരക്തങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടെ നയിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ കുരിശിനടയാത്ത ഞങ്ങളുടെ രക്ഷകരുടെ തമ്പുരാനെ, എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.